പ്രകാശമാലിന്യം. കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ കിട്ടിയൊരു വാക്കാണ്. പരിസ്ഥിതി മാലിന്യം, ശബ്ദമാലിന്യം പോലെ പ്രകാശമാലിന്യം. സയൻറ്റിസ്റ്റ് ഡോക്ടർ ഇ.പി. ജയരാമൻ്റെ ഒരു ആർട്ടിക്കിളിലാണത് പറയുന്നത്. പ്രകാശമാലിന്യം എന്താ? തെറ്റായ ദിശയിലും അസമയത്തുമുള്ള വെളിച്ചമാണ് പ്രശ്നം. മറവയ്ക്കാത്ത തെരുവ് വിളക്കുകൾ, ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലും രാത്രി മുഴുവൻ തെളിയുന്ന ലൈറ്റുകൾ, വെളിച്ചത്തിൻ്റെ അതിര് കവിഞ്ഞ തീവ്രത, ഇവയെല്ലാം ചേർന്നാണ് പ്രകാശമാലിന്യം എന്ന് പറയാം. നമ്മളിപ്പോൾ സിറ്റി ലൈഫ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി പകലായിക്കൊണ്ടിരിക്കുകയാണ്. കൃത്രിമ വെളിച്ചം കൊണ്ടിങ്ങനെ നിറയുമ്പോൾ അത് നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ജൈവ ഘടികാരം മാത്രമല്ല തെറ്റിക്കുന്നത്, ഈ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളുടെയും സമയക്രമം തെറ്റിക്കുന്നുണ്ട്. പക്ഷികൾ നക്ഷത്രങ്ങളെയും ചന്ദ്രനെ ആശ്രയിച്ചാണ് ദിശ തിരിച്ചറിയുന്നത്. നഗര വെളിച്ചം അവിടെ ദിശ തെറ്റിക്കുന്നു. കീടങ്ങൾ വെളിച്ചത്താൽ ആകർഷിക്കപ്പെടുന്നു. നിരന്തരമായ കൃത്രിമ വെളിച്ചം അവയെ ക്ഷീണിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യും. പരാഗണം കുറയുന്നു. കൃഷിയും ഭക്ഷ്യശൃംഖലയും താറുമാറാകുന്നു. സസ്യങ്ങൾ വെളിച്ചത്തിൻ്റെ ദൈർഘ്യമനുസരിച്ചാണ് പൂക്കുന്നതും ഇല പൊഴിക്കുന്നതും. രാത്രിയുടെ സ്വാഭാവിക ഇരുട്ട് നഷ്ടപ്പെടുമ്പോൾ ഈ ജൈവചക്രങ്ങൾ താളം തെറ്റുന്നു. ഡോക്ടർ ഇ.പി. ജയരാമൻ പറയുന്നത് ഇതിന് വളരെ ലളിതമായ ചില മാർഗങ്ങളുണ്ട്. താഴോട്ട് മാത്രം വെളിച്ചം വീശുന്ന വിളക്കുകൾ ഉപയോഗിക്കുക. ആവശ്യത്തിനനുസരിച്ചുള്ള തീവ്രത മാത്രം നിലനിർത്തുക. രാത്രി ആളില്ലാത്ത ഇടങ്ങളിൽ ലൈറ്റുകൾ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചത്തിലേക്ക് മാറുക. നമുക്ക് ചുറ്റുമുള്ള ഈ പ്രകൃതിയിലെ ജീവജാലങ്ങളോട് കുറേയും കൂടി കരുണയുള്ളവരായിട്ടൊക്കെ മാറണം. ദ ഗോസ്പൽ ഈശോ കരുണയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് മനുഷ്യരോട് മാത്രം നമ്മൾ കാണിക്കേണ്ട കരുണയല്ല. നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ ഇവിടെയുള്ള ഓരോ ജീവജാലങ്ങളും നമ്മൾ കാണിക്കേണ്ട കരുണയാണ്. നമ്മുടെ കരുണയുടെ അളവ് പോലും നമ്മൾ കുറേയും കൂടി വലുതാക്കണം. അവരില്ലെങ്കിൽ നമ്മളില്ല എന്ന് തിരിച്ചറിയണം.